മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. കാരണം നമ്മളെയൊക്കെ ആശങ്കയിലേക്ക് അടുത്തുന്ന ഒരു വാർത്തയാണ്. പക്ഷേ ആശ്വാസമുണ്ട് എന്നത് ആരോഗ്യനില MTയുമായി ബന്ധപ്പെട്ടാണ്. MTയുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനുള്ള തീവ്ര ശ്രമം ആ ആശുപത്രിയിൽ ഡോക്ടർമാർ നടത്തുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങളൊക്കെ അവിടെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അത് മാത്രമല്ല മന്ത്രി മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും അടക്കമുള്ളവർ അവിടേക്ക് പോയി. നിരവധി സിനിമ സാംസ്കാരിക നായകരൊക്കെ അവിടെ MTയെ സന്ദർശിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥ അല്ലേ? എന്തായാലും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ജോഷില എങ്ങനെയുണ്ട് മലയാളത്തിൻ്റെ സ്വന്തം കഥാകാരൻ, ഇതിഹാസം? നമ്മൾ ഇങ്ങനെ വളരെ ആശങ്കയോടെ ഈ സമൂഹം മുഴുവൻ വലിയ പ്രതീക്ഷയോടെ ആരോഗ്യത്തോടെ തിരിച്ചെത്തും എന്ന് കാത്തിരിക്കുകയാണ്. എന്താണിപ്പോൾ ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൽ അടക്കമുള്ള വിവരങ്ങൾ ക്രോഡീകരിച്ചാൽ? അജിംഷാദ്, മലയാള സാഹിത്യത്തിൻ്റെ സുഹൃതം എന്നറിയപ്പെടുന്ന MT വാസുദേവൻ നായർ അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ നേരത്തെ ശ്വാസതടസ്സം മൂലമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏകദേശം ഞായറാഴ്ചയായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ഹൃദയസ്തംഭനമുണ്ടായി. അതുകൊണ്ട് തന്നെ ICUവിൽ കഴിയുകയാണ്. ബൈപാക്കിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തി പോരുന്നത്. എന്തായാലും ഏറ്റവും നല്ല പരിചരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിദഗ്ധ സംഘം, ഡോക്ടർമാരുടെ ഒരു വിദഗ്ധ സംഘം തന്നെ അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില നേരത്തെ ഉള്ള അതേ നില തുടരുകയാണ്, ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. എന്നാൽ അത് മോശമായ ഒരു അവസ്ഥയിലേക്ക് ഈ സമയമായിട്ടും പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരേ നിലയാണ് തുടരുന്നത് എന്നുള്ളതാണ് ഡോക്ടർമാർ ഏറ്റവും ഒടുവിലിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, ഭാര്യ സരസ്വതിയും മകൾ അശ്വതിയും അടക്കമുള്ള ബന്ധുക്കൾ ഇവിടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ അടക്കമുള്ള ആളുകളും, സംവിധാന രംഗത്ത് ഹരിഹരൻ അടക്കമുള്ള ആളുകൾ, സാംസ്കാരിക രംഗത്തുള്ള ഒരുപാട് പേർ, MA ബേബി അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പലരും ഞങ്ങൾ തുടർന്ന് തന്നെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കാം. എന്ത് പുരോഗതി ഉണ്ടെങ്കിലും അറിയിക്കണം തീർച്ചയായും. തീർച്ചയായും അതെ, കാരണം വളരെ ആരോഗ്യത്തോടു കൂടി. കാരണം നേരത്തെ കാരശ്ശേരി മാഷ് ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ എല്ലാ പ്രതിസന്ധികളെയും പ്രതിബിംബങ്ങളെയും അതിജീവിക്കുന്ന ഒരു മനുഷ്യനാണ് MT. അതുകൊണ്ട് ഈ പ്രതിസന്ധിയെയും അതിജീവിച്ച് നമ്മളുടെ അടുത്തേക്ക് എത്തും എന്നുള്ളതാണ്. ഭീമന്റെ കരുത്തോടു കൂടി തിരിച്ചെത്തും എന്നുള്ളത് തന്നെയാണ്.